എഡ്യൂക്കസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയോട് നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് J.J. തോംസൺ നൊബേൽ സമ്മാനത്തിന് അർഹനായ വർഷം. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് J.J. തോംസൺ നൊബേൽ സമ്മാനത്തിന് അർഹനായ വർഷം 1906. 1906 ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് J.J. തോംസൺ നൊബേൽ സമ്മാനത്തിന് അർഹനായത്. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി. പേരാർ എന്നറിയപ്പെടുന്ന നദി. പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പേരാർ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പള കായൽ. ഉപ്പള കായലാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ. മലനിരയിലെ വാരാണസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. മലനിരയിലെ വാരാണസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മാണ്ഡി. മാണ്ഡിയാണ് മലനിരയിലെ വാരാണസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ. ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ എന്നിവയാണ് പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം 1962. 1962 സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായത്. ഡ്രൈ ഡേ ആചരണം എന്തുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനമാണ്? ഡ്രൈ ഡേ ആചരണം എന്തുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനമാണ്? കൊതുക് നശീകരണം. കൊതുക് നശീകരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനമാണ് ഡ്രൈ ഡേ ആചരണം. അറയ്ക്കൽ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷം. അറയ്ക്കൽ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷം 1819. 1819 അറയ്ക്കൽ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ടത്. കാസ്ലിംഗ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാസ്ലിംഗ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. ചെസ് കളിയുമായിട്ടാണ് കാസ്ലിംഗ് എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രം. ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രം സിറിയസ്. സിറിയസ് നക്ഷത്രമാണ് ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രം. ഛത്തീസ്ഗഡ് രൂപവൽക്കരണത്തിന് മുമ്പ് തന്നെ ഛത്തീസ്ഗഡ് മുക്തി മോർച്ച എന്ന സംഘടന രൂപവൽക്കരിച്ച നേതാവ്. ഛത്തീസ്ഗഡ് രൂപവൽക്കരണത്തിന് മുമ്പ് തന്നെ ഛത്തീസ്ഗഡ് മുക്തി മോർച്ച എന്ന സംഘടന രൂപവൽക്കരിച്ച നേതാവ് ശങ്കർ ഗുഹ നിയോഗി. ശങ്കർ ഗുഹ നിയോഗിയാണ് ഛത്തീസ്ഗഡ് രൂപവൽക്കരണത്തിന് മുമ്പ് തന്നെ ഛത്തീസ്ഗഡ് മുക്തി മോർച്ച എന്ന സംഘടന രൂപവൽക്കരിച്ച നേതാവ്. കൊറിംഗ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? കൊറിംഗ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ് കൊറിംഗ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത്. നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് മാനവികതാവാദം. മാനവികതാവാദമാണ് നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത്. ഫ്ലെമിഷ് ജയന്റ് എന്നറിയപ്പെടുന്ന മൃഗം. ഫ്ലെമിഷ് ജയന്റ് എന്നറിയപ്പെടുന്ന മൃഗം മുയൽ. മുയലാണ് ഫ്ലെമിഷ് ജയന്റ് എന്നറിയപ്പെടുന്ന മൃഗം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാടും തമ്മിൽ 1723 ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷുകാർക്ക് എവിടെ സ്വന്തം ചിലവിൽ കോട്ട പണിയിച്ചു കൊടുക്കാമെന്നാണ് രാജാവ് സമ്മതിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാടും തമ്മിൽ 1723 ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷുകാർക്ക് എവിടെ സ്വന്തം ചിലവിൽ കോട്ട പണിയിച്ചു കൊടുക്കാമെന്നാണ് രാജാവ് സമ്മതിച്ചത്. കുളച്ചൽ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാടും തമ്മിൽ 1723 ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷുകാർക്ക് കുളച്ചലിലാണ് സ്വന്തം ചെലവിൽ കോട്ട പണിയിച്ചു കൊടുക്കാമെന്ന് രാജാവ് സമ്മതിച്ചത്. ബിന്ദു എന്ന പ്രശസ്തമായ പെയിൻറ്റിംഗ് വരച്ചതാര്? ബിന്ദു എന്ന പ്രശസ്തമായ പെയിൻറ്റിംഗ് വരച്ചത് SH റാസ. SH റാസയാണ് ബിന്ദു എന്ന പ്രശസ്തമായ പെയിൻറ്റിംഗ് വരച്ചത്. 1931 എവിടെ ചേർന്ന KPCC യോഗമാണ് ഐത്തത്തിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്? 1931 എവിടെ ചേർന്ന KPCC യോഗമാണ് ഐത്തത്തിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്? വടകര. 1931
വടകരയിൽ ചേർന്ന KPCC യോഗമാണ് ഐത്തത്തിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് AK പിള്ള. AK പിള്ളയാണ് കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത്. കോട്ടയത്ത് നിന്ന് 1969 മംഗളം മാസിക ആരംഭിച്ചത് കോട്ടയത്ത് നിന്ന് 1969 മംഗളം മാസിക ആരംഭിച്ചത് MC വർഗീസ്. MC വർഗീസാണ് കോട്ടയത്ത് നിന്ന് 1969 മംഗളം മാസിക ആരംഭിച്ചത്. നക്ഷത്രങ്ങളുടെ ശൈശവദശയായി കണക്കാക്കുന്നത് നക്ഷത്രങ്ങളുടെ ശൈശവദശയായി കണക്കാക്കുന്നത് നെബുല. നെബുലയാണ് നക്ഷത്രങ്ങളുടെ ശൈശവദശയായി കണക്കാക്കുന്നത്. 36 കോട്ടകൾ എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം 36 കോട്ടകൾ എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡാണ് 36 കോട്ടകൾ എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം. സെല്ലുലോസ് രാസപരമായി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സെല്ലുലോസ് രാസപരമായി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പോളിസാക്കറൈഡ്. സെല്ലുലോ രാസപരമായി പോളിസാക്കറൈഡ് വിഭാഗത്തിലാണ് പെടുന്നത്. ആലത്തൂർ ശിവയോഗി എന്നുമറിയപ്പെട്ട നവോത്ഥാന നായകൻ ആലത്തൂർ ശിവയോഗി എന്നുമറിയപ്പെട്ട നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ ശിവയോഗി എന്നുമറിയപ്പെട്ട നവോത്ഥാന നായകൻ. സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തു സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റ് ആണ് സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തു. ഏത് ദിവാൻ്റെ കാലത്താണ് പുനലൂർ തൂക്കുപാലത്തിൻ്റെ പണി പൂർത്തിയായത്? ഏത് ദിവാൻ്റെ കാലത്താണ് പുനലൂർ തൂക്കുപാലത്തിൻ്റെ പണി പൂർത്തിയായത്? നാണുപിള്ള. നാണുപിള്ള ദിവാനായിരുന്ന കാലത്താണ് പുനലൂർ തൂക്കുപാലത്തിൻ്റെ പണി പൂർത്തിയായത്. പുനലൂർ പാലത്തിൻ്റെ പണി തുടങ്ങിയത് T മാധവറാവു ആണ്. ഹിന്ദി ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഹിന്ദി ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് സംസ്കൃതം. സംസ്കൃതമാണ് ഹിന്ദി ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഫ്രഞ്ചുകാർക്ക് 1763 ശേഷം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഏക പ്രദേശം. ഫ്രഞ്ചുകാർക്ക് 1763 ശേഷം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഏക പ്രദേശം മയ്യഴി. മയ്യഴിയായിരുന്നു ഫ്രഞ്ചുകാർക്ക് 1763 ശേഷം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഏക പ്രദേശം. അന്തർജന സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം. അന്തർജന സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1932. 1932 അന്തർജന സമാജം സ്ഥാപിക്കപ്പെട്ടത്. പുരാവസ്തു ഗവേഷണ കേന്ദ്രമായ മാലിനിധാൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. പുരാവസ്തു ഗവേഷണ കേന്ദ്രമായ മാലിനിധാൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. പുരാവസ്തു ഗവേഷണ കേന്ദ്രമായ മാലിനിധാൻ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അഞ്ചരക്കണ്ടിയിൽ തോട്ടം വികസിപ്പിച്ച യൂറോപ്യൻ. അഞ്ചരക്കണ്ടിയിൽ തോട്ടം വികസിപ്പിച്ച യൂറോപ്യൻ മർഡോക്ക് ബ്രൗൺ. മർഡോക്ക് ബ്രൗൺ ആണ് അഞ്ചരക്കണ്ടിയിൽ തോട്ടം വികസിപ്പിച്ച യൂറോപ്യൻ. മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത്. മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത് തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസിയാണ് മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത്. മികച്ച സംഭാഷണ രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത് മികച്ച സംഭാഷണ രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത് KT മുഹമ്മദ്. KT മുഹമ്മദാണ് മികച്ച സംഭാഷണ രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മ പിതാമഹൻ എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മ പിതാമഹൻ എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ വിശേഷിപ്പിച്ചത് ആരെയാണ്? AB വാജ്പേയി. AB വാജ്പേയിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മ പിതാമഹൻ എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ വിശേഷിപ്പിച്ചത്. ചെമ്പ്, വെള്ളി, ഇരുമ്പ്, സ്വർണം, EM എന്നിവ ചേർന്ന ലോഹസങ്കരം. ചെമ്പ്, വെള്ളി, ഇരുമ്പ്, സ്വർണം, EM എന്നിവ ചേർന്ന ലോഹസങ്കരം പഞ്ചലോഹം. ചെമ്പ്, വെള്ളി, ഇരുമ്പ്, സ്വർണം, EM എന്നിവ ചേർന്ന ലോഹസങ്കരമാണ് പഞ്ചലോഹം. കേരളപ്പിറവിയുടെ സുവർണ ജൂബിലി വേളയിൽ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളപ്പിറവിയുടെ സുവർണ ജൂബിലി വേളയിൽ മുഖ്യമന്ത്രി ആരായിരുന്നു? VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനായിരുന്നു കേരളപ്പിറവിയുടെ സുവർണ ജൂബിലി വേളയിൽ മുഖ്യമന്ത്രി.
ആരുടെ പരാജയമാണ് ആ വ്യക്തിയുടെ പരാജയത്തേക്കാൾ തൻ്റേതാണ് എന്ന് ഗാന്ധിജി 1939 പ്രസ്താവിച്ചത്? ആരുടെ പരാജയമാണ് ആ വ്യക്തിയുടെ പരാജയത്തേക്കാൾ തൻ്റേതാണ് എന്ന് ഗാന്ധിജി 1939 പ്രസ്താവിച്ചത്? പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യയുടെ പരാജയമാണ് അദ്ദേഹത്തിൻ്റെ പരാജയത്തേക്കാൾ തൻ്റേതാണ് എന്ന് ഗാന്ധിജി 1939 പ്രസ്താവിച്ചത്. വടക്കൻ പാട്ടുകൾ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമ. വടക്കൻ പാട്ടുകൾ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമ ഉണ്ണിയാർച്ച. 1961 പുറത്തിറങ്ങിയ ഉണ്ണിയാർച്ച എന്ന സിനിമയാണ് വടക്കൻ പാട്ടുകൾ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമ. എം ടി വാസുദേവൻ നായരുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്? എം ടി വാസുദേവൻ നായരുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്? സ്വർഗം തുറക്കുന്ന സമയം. എം ടി വാസുദേവൻ നായരുടെ സ്വർഗം തുറക്കുന്ന സമയം എന്ന രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്. കാർബൺ ആറ്റത്തിൻ്റെ സംയോജകത. കാർബൺ ആറ്റത്തിൻ്റെ സംയോജകത 4. കാർബൺ ആറ്റത്തിൻ്റെ സംയോജകത 4 തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണ്. പർവ്വത മണ്ണാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അധ്യക്ഷനായി പാഠപുസ്തക കമ്മിറ്റി രൂപവൽക്കരിച്ച രാജാവ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അധ്യക്ഷനായി പാഠപുസ്തക കമ്മിറ്റി രൂപവൽക്കരിച്ച രാജാവ് ആയില്യം തിരുനാൾ. ആയില്യം തിരുനാളാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അധ്യക്ഷനായി പാഠപുസ്തക കമ്മിറ്റി രൂപവൽക്കരിച്ച രാജാവ്. കൊച്ചി രാജചരിത്രം എന്ന കൃതി രചിച്ചത്? കൊച്ചി രാജചരിത്രം എന്ന കൃതി രചിച്ചത് കെ പി പത്മനാഭമേനോൻ. കെ പി പത്മനാഭമേനോനാണ് കൊച്ചി രാജചരിത്രം എന്ന കൃതി രചിച്ചത്. കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരെന്ത്? കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേര് ചുട്ടികുത്ത്. ചുട്ടികുത്ത് എന്നാണ് കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേര്. ദ റെനീസൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ദ റെനീസൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ ഘോഷ്. അരവിന്ദ ഘോഷാണ് ദ റെനീസൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. 7 നഗരങ്ങളുടെയും 1000 സ്മാരകങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്നത്? 7 നഗരങ്ങളുടെയും 1000 സ്മാരകങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്നത് ഡൽഹി. ഡൽഹിയാണ് 7 നഗരങ്ങളുടെയും 1000 സ്മാരകങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്നത്. പമ്പ കക്കി പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി ഏത്? പമ്പ കക്കി പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് പമ്പ കക്കി പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി. ഒബ്ര താപനിലയം ഏത് സംസ്ഥാനത്താണ്? ഒബ്ര താപനിലയം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ് ഒബ്ര താപനിലയം സ്ഥിതി ചെയ്യുന്നത്. ഫറാസി കലാപത്തിന് വേദിയായ പ്രദേശം. ഫറാസി കലാപത്തിന് വേദിയായ പ്രദേശം ബംഗാൾ. ബംഗാളാണ് ഫറാസി കലാപത്തിന് വേദിയായ പ്രദേശം. സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ ആദ്യ അധ്യക്ഷ. സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ ആദ്യ അധ്യക്ഷ ദുർഗാഭായ് ദേശ്മുഖ്. ദുർഗാഭായ് ദേശ്മുഖാണ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ ആദ്യ അധ്യക്ഷ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിലൊന്നായ പടിഞ്ഞാറേ കോവിലകം കലാപം നടത്തിയത് ഏത് രാജകുടുംബത്തിൽപ്പെട്ടവരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിലൊന്നായ പടിഞ്ഞാറേ കോവിലകം കലാപം നടത്തിയത് ഏത് രാജകുടുംബത്തിൽപ്പെട്ടവരാണ്? സാമൂതിരി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിലൊന്നായ പടിഞ്ഞാറേ കോവിലകം കലാപം നടത്തിയത് സാമൂതിരി രാജകുടുംബത്തിൽപ്പെട്ടവരാണ്. ചന്ദ്രയാൻ 1 പദ്ധതിയുടെ സമയത്തെ ISRO ചെയർമാൻ. ചന്ദ്രയാൻ 1 പദ്ധതിയുടെ സമയത്തെ ISRO ചെയർമാൻ ജി മാധവൻ നായർ. ജി മാധവൻ നായരായിരുന്നു ചന്ദ്രയാൻ 1 പദ്ധതിയുടെ സമയത്തെ ISRO ചെയർമാൻ. ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? മയിൽസ്വാമി അണ്ണാദുരൈ. മയിൽസ്വാമി അണ്ണാദുരൈ ആയിരുന്നു ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവൻ. നാർക്കോ അനാലിസിസ് എന്ന പേരിൻ്റെ ഉപജ്ഞാതാവ്.
നാർക്കോ അനാലിസിസ് എന്ന പേരിൻ്റെ ഉപജ്ഞാതാവ് ഹോഴ്സ്ലിയാണ് നാർക്കോ അനാലിസിസ് എന്ന പേരിൻ്റെ ഉപജ്ഞാതാവ്. 1792 മുതൽ 1800 വരെ മലബാർ ഏത് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു? 1792 മുതൽ 1800 വരെ മലബാർ ഏത് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു? ബോംബെ. 1792 മുതൽ 1800 വരെ മലബാർ ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി എവിടെയാണ്? ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ലോമികകൾ കണ്ടുപിടിച്ചതാര്? ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപിജിയാണ് ലോമികകൾ കണ്ടുപിടിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് 1857 ഓഗസ്റ്റ് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയ സ്ഥലം. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് 1857 ഓഗസ്റ്റ് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയ സ്ഥലം ആഗ്ര. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് 1857 ഓഗസ്റ്റ് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയത് ആഗ്രയിൽ വെച്ചായിരുന്നു. ഡോക്ടർ അംബേദ്കർ ഏത് സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്താണ് 1952 രാജ്യസഭാംഗമായത്? ഡോക്ടർ അംബേദ്കർ ഏത് സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്താണ് 1952 രാജ്യസഭാംഗമായത്? ബോംബെ. ഡോക്ടർ അംബേദ്കർ ബോംബെ സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്തായിരുന്നു 1952 രാജ്യസഭാംഗമായത്. പോളാർ പ്രൈസ് നേടിയ ആദ്യ ഭാരതീയൻ പണ്ഡിറ്റ് രവിശങ്കറാണ് പോളാർ പ്രൈസ് നേടിയ ആദ്യ ഭാരതീയൻ. ഹോർത്തൂസ് മലബാറിക്കസിന് ആവശ്യമായ ചിത്രങ്ങൾ വരച്ച കാർമലൈറ്റ് പുരോഹിതൻ മാത്യൂസ് ആയിരുന്നു ഹോർത്തൂസ് മലബാറിക്കസിന് ആവശ്യമായ ചിത്രങ്ങൾ വരച്ച കാർമലൈറ്റ് പുരോഹിതൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രനിരോധനം ഏത് രാജാവിൻ്റെ കാലത്താണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രനിരോധനം, സന്ദിഷ്ടവാദി പത്രം നിരോധിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ആയില്യം തിരുനാളിൻ്റെ കാലത്തായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രനിരോധനം, സന്ദിഷ്ടവാദി പത്രം നിരോധിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ തീം പാർക്കായ ചെന്നൈയിലെ കിഷ്കിന്ധ സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ തീം പാർക്കാണ് ചെന്നൈയിലെ കിഷ്കിന്ധ. ഇത് സ്ഥാപിച്ചതാരാണ്? നവോദയ അപ്പച്ചനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ തീം പാർക്കായ ചെന്നൈയിലെ കിഷ്കിന്ധ സ്ഥാപിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലെ ഉന്നത പുരസ്കാരമായ ടൂറിംഗ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ? കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലെ ഉന്നത പുരസ്കാരമായ ടൂറിംഗ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ രാജ് റെഡ്ഡിയാണ് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലെ ഉന്നത പുരസ്കാരമായ ടൂറിംഗ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ. കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത്? കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ജി അരവിന്ദനാണ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത്. നിവർത്തന പ്രക്ഷോഭ സമിതിയുടെ സെക്രട്ടറി ആരായിരുന്നു? സി കേശവനായിരുന്നു നിവർത്തന പ്രക്ഷോഭ സമിതിയുടെ സെക്രട്ടറി. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്ന ആസിഡ്. ഫിഡിൽ എന്ന പേരിലും അറിയപ്പെടുന്ന സംഗീതോപകരണം വയലിനാണ് ഫിഡിൽ എന്ന പേരിലും അറിയപ്പെടുന്ന സംഗീതോപകരണം. തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെട്ടിരുന്നത് പദ്മിനി ലളിത രാഗിണി എന്നിവരാണ് തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെട്ടിരുന്നത്. ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാറിലെ ഭരണം ക്രമീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത്? ജോയിന്റ് കമ്മീഷണർമാരായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാറിലെ ഭരണം ക്രമീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ചത് ഏത് രാജാവാണ്? തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ചത് ഏത് രാജാവാണ്?
ധർമ്മരാജാവായിരുന്നു തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ചത്. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി പൂനം കൃഷി. പൂനം കൃഷിയാണ് മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി. ദേശീയ വാക്സിനേഷൻ ദിനം. ദേശീയ വാക്സിനേഷൻ ദിനം മാർച്ച് 16. മാർച്ച് 16-നാണ് ദേശീയ വാക്സിനേഷൻ ദിനം. അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലമേത്? അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലം പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലമാണ് അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. അയ്യപ്പൻ എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത്. ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ശിവപ്പ നായക്. ശിവപ്പ നായക്കായിരുന്നു ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത്. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂർ. മറയൂറാണ് മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജിയാണ് അസ്ഥികളെക്കുറിച്ചുള്ള പഠനം. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. അമ്മു സ്വാമിനാഥനാണ് ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം കൽപ്പന 1. കൽപ്പന 1 ആണ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ് നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്. ഭൗമോപരിതലത്തിൽ എത്ര ശതമാനമാണ് ജലം? ഭൗമോപരിതലത്തിൽ എത്ര ശതമാനമാണ് ജലം? 71%. ഭൗമോപരിതലത്തിൽ 71% ജലം. കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം. കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ്. എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നതാണ് കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം. പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത്. ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ. അബനീന്ദ്രനാഥ് ടാഗോറാണ് ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത്. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടകയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടകയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടകയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്. ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം. ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹം യുറാനസ്. യുറാനസ് ആണ് ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഭക്രാനങ്കൽ. ഭക്രാനങ്കലായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഓക്സിജൻ്റെ അറ്റോമിക സംഖ്യ. ഓക്സിജൻ്റെ അറ്റോമിക സംഖ്യ 8. 8 ആണ് ഓക്സിജൻ്റെ അറ്റോമിക സംഖ്യ. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ആണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ്. ഏത് സംസ്ഥാനത്തെ ഗോത്രവിഭാഗമാണ് ഖോണ്ടുകൾ? ഏത് സംസ്ഥാനത്തെ ഗോത്രവിഭാഗമാണ് ഖോണ്ടുകൾ? ഒഡീഷ.
ഒഡീഷ സംസ്ഥാനത്തെ ഗോത്ര വിഭാഗമാണ് ഖോണ്ടുകൾ. ചൂലന്നൂർ സങ്കേതം ഏത് പക്ഷിയുടെ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ്? ചൂലന്നൂർ സങ്കേതം ഏത് പക്ഷിയുടെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? മയിൽ. ചൂലന്നൂർ സങ്കേതം മയിലിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാർ. വയലാറാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത്. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാനായിരുന്നു മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം. കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. ഹീലിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.